കഞ്ഞി, പാൽക്കഞ്ഞി, മാന്തള്, ചെമ്മീൻ, കൂർക്ക, ചേമ്പ്, ചേന തുടങ്ങി വളയാത്ത പഴംപൊരി, വളഞ്ഞ പഴംപൊരി കലക്കാൻ വേണ്ടി വരരുത്. അത് തെറ്റായൊരു തീരുമാനമായി പോയി. ഈ ബോച്ചെ 1000 ഏക്കറിൽ ഒരു റൂം ഈ പ്രാവശ്യം ഞാൻ വിൽക്കുന്നില്ല. ഒരു റൂമും വിൽക്കുന്നില്ല. കലക്കാൻ എളുപ്പമാണ്. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബോച്ചെ. ഞാനിപ്പോൾ ബോച്ചെ 1000 ഏക്കർ മേപ്പാടി വയനാട്ടിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാന വിശേഷം കേരളത്തിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷം. ഈ പ്രാവശ്യത്തെ ആഘോഷം വളരെ വ്യത്യസ്തമായിട്ടാണ്. ഈ പ്രാവശ്യത്തെ ആഘോഷം വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ദുരിത ബാധിതർക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ ആഘോഷം, വയനാടിൻ്റെ ആഘോഷം. അപ്പോൾ ബോച്ചെ 1000 ഏക്കറിൽ 31-ന് ഉച്ചതിരിഞ്ഞ് 5-6 മണി മുതൽ സൺബേൺ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ബ്രാൻഡായ സൺബേൺ ഡാൻസ് ആൻഡ് മ്യൂസിക് EDM അരങ്ങേറുകയാണ്. അത് ആ ആഘോഷം ഈ ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് എത്ര ലക്ഷമാണെങ്കിലും അത് അന്ന് അവിടെ വെച്ച്, ആ സ്റ്റേജിൽ വെച്ച് തന്നെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, എല്ലാ രംഗത്തുമുള്ള പ്രധാന വ്യക്തികളെ കൊണ്ട് ഈ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, മുൻനിരയിൽ ഏറ്റവും മുന്നിലായി ഈ ദുരിതത്തിൽപ്പെട്ടവർ, പലരും നഷ്ടപ്പെട്ടവർ, ദുഃഖിച്ചിരിക്കുന്നവരെയാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അവരെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ആഘോഷം. നമുക്കൊപ്പം ഇതാണ് രണ്ട് പ്രത്യേകതകൾ. അവരുടെ മാനസിക സമ്മർദ്ദം, ആ വിഷമം, അവർക്ക് ഒരു മറവി, അവർക്കൊരു സന്തോഷം, നമ്മൾ കൂടി നിന്ന് നമ്മൾ മാത്രമായിട്ട് ആഘോഷിക്കാതെ അവർക്ക് വേണ്ടി അവരുടെ ഒപ്പം നിന്ന് ആഘോഷിക്കാം, വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം. അതാണ് ഏറ്റവും പ്രധാന വിശേഷം. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടിക്കറ്റ് വില 500 ആയിരുന്നു. അത് സോൾഡ് ഔട്ടായി. ഇപ്പോൾ 1000-ലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി 25 കഴിഞ്ഞാൽ 31 വരെ 5000 രൂപയാണ് ടിക്കറ്റ്. പക്ഷേ ദുരിതബാധിതർക്ക് ഫ്രീ ആയിട്ട് കൊടുന്ന് അവരിരുത്തിക്കൊണ്ട് ആഘോഷിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിഹിത ലാഭം മൊത്തം അവർക്കുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട പല വ്യക്തികളുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ചർച്ച നടക്കുകയാണ്. മിക്കവാറും വ്യാപാരി വ്യവസായിയും DTPയും, ഡിസ്ട്രിക്ട് ടൂറിസം DTPCയും വ്യാപാരി വ്യവസായി സംഘടനയും DTPCയും ചേർന്ന് സംയുക്തമായി നടത്താൻ വേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആ രീതിയിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. പ്രശസ്ത പാട്ടുകാരി ഗൗരി ലക്ഷ്മി വരുന്നുണ്ട്. പിന്നെ ഫോറിനേഴ്സാണ് വരുന്നത്. ഇന്റർനാഷണൽ ടീം തന്നെയാണ് വരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. കൂടാതെ മറ്റൊരു വയനാടിൻ്റെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ആയിരക്കണക്കിന് റിസോർട്ടുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ 1000 രൂപയുടെ ടിക്കറ്റ് അവർക്ക് 500 രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത്. അവർക്ക് അവരുടെ ഗസ്റ്റിന് കൊടുത്തുകൊണ്ട് അത് വിറ്റിട്ടോ അല്ലെങ്കിൽ റൂം ഗസ്റ്റിന് ഫ്രീ കൊടുത്തിട്ടോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് രീതിയിലാണെങ്കിലും അവർക്കും വയനാട് ടൂറിസത്തിൻ്റെ പ്രമോഷനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ്. പിന്നെ ഞാൻ എന്ത് പറയുമ്പോഴും ഭയങ്കര മാർക്കറ്റിംഗ് കച്ചവടമാണ് ആണ്, അതൊക്കെയാണ്. പക്ഷെ ഇത് പ്യുവർലി ഞാൻ എൻ്റെ ഈ ബോച്ചെ 1000 ഏക്കറിൽ ഒരു റൂം ഈ പ്രാവശ്യം ഞാൻ വിൽക്കുന്നില്ല. ഒരു റൂമും വിൽക്കുന്നില്ല. കാരണം ഇതിൽ കച്ചവടമല്ല, പ്യുവറാണ്. മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം പക്കയായിട്ട് അന്ന് തന്നെ കണക്ക് നോക്കിയിട്ട് അന്ന് അവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിലോ എൻ്റെ റിസോർട്ടിൽ നിന്ന് 1 രൂപയുടെ ഇൻകം വരുന്ന ഒരു കച്ചവടവും ഞാൻ ചെയ്യുന്നില്ല. ടോട്ടലി വയനാടിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഇത് ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് നടക്കുന്നു. പിന്നെ റിസോർട്ടുകാർക്ക് ഈ ടിക്കറ്റ് ലഭ്യമാക്കാൻ ബോച്ചെ 1000 ഏക്കറിലെ ഓഫീസിലോ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, കൽപ്പറ്റ, ബത്തേരി, വയനാട്,
കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി ഈ 3 സ്ഥലത്തുള്ള ജ്വല്ലറി ഷോപ്പുകളിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രോഗ്രാം നടത്തിയത് ഫ്രീ ആയിട്ടാണ് നടത്തിയത്. 50,000-ഓളം പേര് വന്നു. ഓവർ ക്രൗഡായിപ്പോയി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക്, ഞങ്ങളുടെ ബോച്ചെ 1000 ഏക്കറിലേക്ക് വണ്ടികളൊന്നും പ്രവേശിപ്പിച്ചിരുന്നില്ല. അത് തെറ്റായൊരു തീരുമാനമായിപ്പോയി. അതുകൊണ്ട് റോട്ടിൽ എല്ലാവരും ഇട്ടിട്ട് ബ്ലോക്കായി. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാ വണ്ടികളും ഈ ബോച്ചെ 1000 ഉള്ളിലേക്ക് കയറി. ഞങ്ങൾക്ക് ഇവിടെ കിലോമീറ്റർ കണക്കിന് 100 കിലോമീറ്ററോളം റോഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ എത്ര വണ്ടികൾ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ റോട്ടിലിട്ടിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. ഒരു വണ്ടി പോലും മെയിൻ റോഡിൽ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. മെയിൻ റോഡ് എപ്പോഴും ഫ്രീ ആയിരിക്കണം എന്നതാണ്. പിന്നെ ടിക്കറ്റ് വെക്കാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ ആയിരുന്നു, ഓവർ ക്രൗഡായി. അതുകൊണ്ട് ഈ പ്രാവശ്യം ടിക്കറ്റ് വെച്ചിട്ട് ഏകദേശം ഒരു 3000 തൊട്ട് 5000-ഓളം പേര് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ടിക്കറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രധാന വിശേഷം ആഘോഷമല്ലേ. വരുന്നവർക്ക് 2 ബോച്ചെ പാനീയം അടിച്ചർമാദിക്കാൻ വേണ്ടിയിട്ട്. ആഘോഷം എപ്പോഴും ആഘോഷമായിരിക്കണം. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും ജീവിതം ആഘോഷിക്കണം. ഇടയ്ക്ക് എല്ലാവരും ആഘോഷിക്കണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട്, എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു സൈഡിൽ നടക്കും. ഇതൊക്കെ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കും. അങ്ങനെ നമ്മൾ ഒരു ദിവസം മരിച്ച് മണ്ണായി മാറും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബോച്ചെ 1000 ഏക്കർ നിങ്ങൾക്ക് കാണാൻ മാത്രമുണ്ട്. ഞാൻ ഈ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ 70 പ്രോപ്പർട്ടി ഇന്ത്യയിൽ കണ്ടിട്ട് സെലക്ട് ചെയ്തെടുത്തതാണ്. ഇതിൽ നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട്, നല്ല കൃഷിയുണ്ട്, ചുറ്റും മലകളുണ്ട്, ചേമ്പ്ര പീക്കുണ്ട്, കാടുണ്ട്, അരുവിയുണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനുണ്ട്, ഒത്തിരി കാണാനുണ്ട്. പിന്നെ എല്ലാവരോടും ഒരപേക്ഷ, ഈ 1000 ബൈക്ക് റൈഡേഴ്സ് ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പോൾ 2-3 ആഴ്ച മുമ്പ്. അതിൽ ഒരു വ്യക്തി വന്നിട്ട്, എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. ശരി, ഇവിടെ കക്കൂസ ആകെ 15 എണ്ണം ഉള്ളൂ. 80 കക്കൂസ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് 15 കക്കൂസ ഇവിടെ ഉള്ളൂ എന്ന്. ഭക്ഷണം പോരാ, വെള്ളമില്ല, പിന്നെ തെറിയാണ്, പൂരത്തെറിയാണ്. നിങ്ങൾ കണ്ടു കാണും. അത് എന്തിനാണെന്ന് അറിയില്ല സഹോദരൻ അങ്ങനെ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ തെറി പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ച് വൈറലാവാനായിരിക്കാം, ഇല്ലെങ്കിൽ ഇവിടെയുള്ള സത്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് മോശമാക്കി ഒരു കൊട്ടേഷൻ എടുത്ത്, വലിയൊരു സംഖ്യ വാങ്ങി കൊട്ടേഷൻ എടുത്ത് വന്നതായിരിക്കാം. എന്തായാലും ഇതൊക്കെ അറിവില്ലായ്മയാണ്, ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. എനിവേ, നമ്മുടെ ലീഗൽ അഡ്വൈസ് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്യണം, പോലീസ് പരാതി കൊടുക്കണം, ഇതുപോലെ കൊട്ടേഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ വാട്ട് ഇറ്റ് ഈസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ക്ഷമിക്കുക. എൻ്റെ മുദ്രാവാക്യം കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. കഴിയാവുന്നതും പ്രശ്നങ്ങളില്ലാതെ, കേസും കൂട്ടുമില്ലാതെ സഹകരിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ ക്ഷമിച്ചു. അയാൾ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിച്ചു. ഇതൊക്കെ അയാൾ വീഡിയോ എടുക്കുകയാണ്, തെറി പറയുന്നതും എന്നുള്ളത്. പക്ഷെ ആ പ്രോഗ്രാം കാണുന്നവർക്ക് അറിയാം എത്ര സന്തോഷമായിട്ട് അവർ ഡാൻസ് കളിച്ചു. ഇവിടെ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോയി ഗിന്നസ് റെക്കോർഡ്, വിച്ച് എവർ റെക്കോർഡ്, ഐ ഫോർഗോട്ട് ദ നെയിം, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ട് വന്നു. എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തു. വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോയി. ഇങ്ങനൊരു വ്യക്തി ഇങ്ങനെ തെറി പറയില്ല ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 6-7 പേര് അയാളുടെ കൂടെ നിന്നിട്ട് അത് തന്നെയാണെന്ന് പറയാം. പിന്നെ എല്ലാത്തിലും ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഓർക്കുക, ആ പ്രോഗ്രാം ലാഭത്തിൽ നടത്തിയതല്ല, വേറൊരു പാർട്ടി നടത്തിയ പ്രോഗ്രാമാണ് ഈ ബൈക്കിൻ്റെ. ഞാൻ എൻ്റെ 1000 ഏക്കർ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. ഒരു ഓണ്ടർപ്രണർ അല്ലേ, ഒരു പ്രോഗ്രാം നടത്താൻ ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് തന്നെ ജീവിതത്തിൽ ഇന്ന് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുകൊടുത്തതാണ്. ഇപ്പോഴും ഞാൻ നടത്താൻ പോണപ്പോൾ 1 രൂപ പോലും ഞാൻ ലാഭം എടുക്കില്ല. അതിൽ കംപ്ലീറ്റ് ഇതിനായിട്ട് ചെയ്യുകയാണ്. എൻ്റെ പ്രോപ്പർട്ടി ഫേമസ് ആവും, ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ ഗുണം എനിക്ക് കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വയനാട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് കാശുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എൻ്റെ ഒരു പാഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ എൻ്റെ ഒരു രസമാണ്. സ്പോർട്സ് പോലെ കാണുന്നു ഞാൻ ഇതൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ കലക്കാൻ വേണ്ടി വരരുത്
എന്ന് വിനീതമായി കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല, ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, കലക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ ഓക്കെ, വിഷ് യു Merry Christmas and Happy New Year. So, conquer the world with love. Love you, everybody. You're on Boche.